ജിൻഡോ ജോൺ, ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അതാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്ത് കാരണമാണെങ്കിലും SFI നടത്തുന്ന പ്രതിഷേധം അക്രമമല്ല, അത് സ്വാഭാവികമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് കാണുന്നതെന്നാണ് പ്രധാനമായിട്ടും. അദ്ദേഹം ഇപ്പോൾ ഇതാ വൈകുന്നേരം പുറത്തിറങ്ങുന്നു. അദ്ദേഹം ബാനറുകൾ നീക്കാൻ പറയുന്നു. ഈ ക്രിമിനലുകളെ ഈ ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് വൈകുന്നേരം പറയുന്നു. ഗവർണർ എടുക്കുന്ന ആ സമീപനം, അതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ? അപർണ, എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ പ്രസ്താവന കേട്ടപ്പോൾ വല്ലാത്ത തമാശയാണ് തോന്നി. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്നയാളാണല്ലോ ഗവർണറും. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രതിഷേധങ്ങൾക്ക് നേരെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാനാകുക? അത് പിണറായി വിജയനും ബാധകമാണ് ഈ പറഞ്ഞ വാചകം. ഇനി രണ്ടാമത്തെ വാചകം എന്താണെന്ന് അറിയോ? സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് ഗവർണർ പ്രതികരിക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ നവംബർ 18 മുതൽ ഇന്ന് വരെ പ്രതികരിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാലോ. ഇനി അടുത്തത് പറയുന്നത്, കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടുകയാണോ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഏത്? അപ്പൊ KSUക്കാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്കും കരിങ്കൊടി കാണിക്കുമ്പോൾ കിട്ടുന്ന പൂമാലയും പൂച്ചണ്ടും ലഡുവാണല്ലോ. അപ്പൊ മുഖ്യമന്ത്രി ഇത് ഏത് സംസ്ഥാനത്തിരുന്ന സംസാരിക്കുന്നത്? നമ്മളെല്ലാവരും മലയാളം മനസ്സിലാകുന്ന ആളുകളാണെന്നുള്ള സാമാന്യ ബോധ്യം പോലും അദ്ദേഹത്തിനില്ല. ഇനി ഞങ്ങൾ ഗവർണറുടെ പക്ഷത്തല്ല, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പക്ഷത്തല്ല, ഞങ്ങൾ മറ്റൊരു പക്ഷത്താ. ഞങ്ങൾ ഈ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന ഈ സമരമൊക്കെ ഇവർ പറയുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി പക്ഷത്താണ്, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പക്ഷത്താണ് ഞങ്ങൾ. അത് പറയാനുള്ള കാരണം SFIയുടെ നേതാവ് അനുശ്രീ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഗവർണർ യൂണിവേഴ്സിറ്റികളിലേക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ സംഘപരിവാറിന്റെ ആളുകളുടെ ലിസ്റ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് അനുശ്രീക്ക് അറിയണമെങ്കിലേ ആ ഹരി എസ് കർത്തായി എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന നേതാവിനെ ഗവർണറുടെ സ്റ്റാഫിലേക്ക് നിയമിച്ചു കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്തിരുന്ന ഒരു ഫയല് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, ഈ ഗവർണർക്ക് ഈ ലിസ്റ്റൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ഇത് കൊടുത്തപ്പോ ഒന്നും SFI അറിഞ്ഞില്ലേ? ഗവർണറുടെ ഓഫീസിൽ ഹരി എസ് കർത്തായെ നിയമിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനി നിങ്ങൾ പറയുന്നത് പ്രതിഷേധത്തെ നേരിട്ട രീതി, ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തെ, അത് ഗവർണർ നേരിട്ട രീതിയാണോ നിങ്ങളുടെ സർക്കാർ നേരിട്ട രീതിയാണോ? സർക്കാർ നേരിട്ട രീതിയെ കുറിച്ചാണെങ്കിൽ ആർഷോയുടെ മുണ്ടഴിഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു. കരയുന്ന SFIക്കാർക്ക് കുപ്പിപ്പാലും മിഠായും കൊടുക്കാൻ വേണ്ടിയിട്ട് കരയില്ല മോളെ എന്ന് ആശ്വസിപ്പിക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു. ഈ സ്വീകരണവും ഈ ആശ്വസിപ്പിക്കലും അനുനയിപ്പിക്കലും ഒന്നും KSU യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയില്ല. ഇനി ഗവർണർ നേരിട്ട രീതി, നിങ്ങൾ പറഞ്ഞ ഗവർണർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ SFIനെ വിളിച്ചു. അർഹതപ്പെട്ടതാണെങ്കിലും ഗവർണറെ പോലെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ വിളിച്ചതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഗവർണർ SFIക്കാരുടെ നിലവാരത്തിലേക്ക്, തെരുവ് ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് താഴാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എന്നാലും ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ചപ്പോൾ ഗവർണറുടെ വണ്ടിക്ക് മുമ്പിലേക്ക് വീണില്ലേ? അവിടെ യുവമോർച്ചക്കാരോ അല്ലെങ്കിൽ ഗവർണറുടെ താല്പര്യക്കാരായിട്ടുള്ള ആരെങ്കിലും ജീവൻ രക്ഷാ പ്രവർത്തകരുണ്ടായിരുന്നെങ്കിൽ SFIക്കാർ ഒരെണ്ണമെങ്കിലും അവിടെ നിന്ന് ജീവനോടെ പോകുമായിരുന്നോ? നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് പ്രതിഷേധത്തെ നേരിട്ടതിന്റെ മോശം എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അടുത്തത്, നിങ്ങൾ ഇന്നലെ ഗവർണറെ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിടത്തോളം ഗവർണർ കാലിൽ തന്നെയാണ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ നടന്നത്. അദ്ദേഹം ഇന്നും നടക്കുന്നു. ഇന്ന് സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് SFI സമരം അവധി കൊടുത്തിരിക്കുക. ഇന്നലെ അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, ഗവർണറെ അവിടെ ഞങ്ങൾ വെച്ച് പൊറിപ്പിക്കില്ല എന്നാ. ഇന്നലെ ഔദ്യോഗിക പരിപാടിക്കല്ല അദ്ദേഹം വന്ന്, ഇന്നലെ കിടന്നുറങ്ങാനോ വന്ന്. ഗവർണറുടെ ഉറക്കം ഒരു ഔദ്യോഗിക പരിപാടിയായിട്ട് ഞാൻ കാണുന്നുമില്ല. അപ്പൊ പിന്നെ എന്തിനാ ഇന്നലെ നിങ്ങൾ തടഞ്ഞത്? ഞാൻ ചോദിക്കുന്നത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീരട്ടെ എന്നാണോ ഒരു നിലപാട്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട്, ഒരാള് പ്രതിഷേധം നടക്കുമ്പോൾ ഇറങ്ങി വന്നിട്ട് വിളിക്കുന്ന വാക്കുകൾ കവാർഡ്സ് എന്ന് വിളിക്കുക, ഇന്ന് ക്രിമിനൽസ് എന്ന് അദ്ദേഹം പറയുക, ഓരോ വഴിയിലും ഇറങ്ങി നടന്ന് ബാനറുകൾ കണ്ടുകൊണ്ട് ശേഷം അദ്ദേഹം അതെടുത്ത് മാറ്റണമെന്നൊക്കെ പറയുക, വളരെ ബാലിശമായിട്ടുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഷോ ഓഫ് ഇത് നടത്തുകയാണെന്ന് യൂത്ത് കോൺഗ്രസിന് തോന്നുന്നില്ല? തോന്നുന്നുണ്ടോ പറഞ്ഞ? ഞങ്ങൾക്കത് തോന്നുന്നത്, ഞങ്ങൾക്ക് ഈ SFIക്കാരെക്കാളും DYFIക്കാരും അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെക്കാളും അധികം ജനാധിപത്യ ബോധമുള്ളത് കൊണ്ട് ഗവർണറുടെ ഇന്നത്തെ ആക്ട് ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ പറയാം, ഇന്നലെ SFIക്കാർ 7 മണിക്ക് വരുന്ന ഗവർണറെ തടയാൻ വേണ്ടി 4 മണിക്ക് പോയി അവിടെ സമരം ചെയ്തില്ലേ? 6 മണിക്ക് മുമ്പ് ഇവരുടെ ഷോ അവസാനിപ്പിക്കുന്നതുകൊണ്ടാണ് ഇവരുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് ആർഷോ എന്നാക്കിയത്. എന്തുകൊണ്ടാണ് ഗവർണറെ തടയാൻ ആർഷോയെ പിന്നെ കണ്ടില്ലല്ലോ? ആർഷോയ്ക്ക് വലിയ സ്വീകരണം കൊടുത്തു പോയില്ലേ? ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിനെതിരെ KSUക്കാർ സമരം ചെയ്തപ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് അടിച്ച് ആക്രമിച്ച് അവശതയാക്കി 6 ദിവസക്കാലം ഈ KSUവിന്റെ പ്രവർത്തകരെ ജയിലിലിട്ടു. ആർഷോയ്ക്ക് കൊടുത്ത സ്വീകരണം എന്താണെന്ന് നമ്മൾ ഇന്നലെ കണ്ടില്ലേ? ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, ഗവർണർ ക്യാമ്പസിൽ ഇറങ്ങി നടന്ന് കാണുന്ന കറുത്ത ബാനറൊക്കെ എടുത്തു മാറ്റാൻ പറയുന്നത് ശരിയായ രീതിയല്ല.
ഈ കറുത്ത ബാനർ കാണുമ്പോൾ ഗവർണർക്കുള്ള ആ വിഷമം തന്നെയാണ് കറുത്ത കൊടി കാണുമ്പോൾ പിണറായി വിജയനുള്ളതും. അതും ഈ CPM-കാരും SFI-കാരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഗവർണർ ബാനർ എടുത്ത് മാറ്റാൻ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക്, യുവജന സംഘടനകൾക്ക് പ്രതിഷേധം പറയാനും പ്രതിഷേധിക്കാനും ബാനർ പ്രദർശിപ്പിക്കാനും പോസ്റ്റർ എഴുതാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് ഗവർണറുടെ അനുവാദം കിട്ടിയിട്ട് വേണ്ട. അതുകൊണ്ട് SFI-യുടെ ബാനർ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ ആ തീരുമാനത്തിന് ഗവർണറുടെ ഒപ്പമല്ല ഞങ്ങൾ. പക്ഷേ ഇത് പറയാൻ SFI-ക്ക് യോഗ്യതയില്ല, ഇത് പറയാൻ DYFI-ക്ക് യോഗ്യതയില്ല. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വാക്കും കേട്ട് ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകളല്ലേ, നിങ്ങൾക്കിത് പറയാൻ യോഗ്യതയില്ല. ഞങ്ങൾക്ക് പറയാൻ യോഗ്യതയുണ്ട്. കാരണം നിങ്ങളെക്കാൾ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ മൂല്യം ഞങ്ങൾ പുലർത്തുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ബാനർ വെക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള അതിന് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്. ഗവർണർ പറഞ്ഞത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഗവർണർ ബ്ലഡി ക്രിമിനൽസ് അല്ലെങ്കിൽ കവേർഡ്സ് എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് അർഹതപ്പെട്ടതൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാൻ പാടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ SFI നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാമല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ KSU പ്രവർത്തകർ, KSU-കാരും ഈ നാട്ടിലെ കേരളത്തിലെ വിദ്യാർത്ഥി നേതാക്കന്മാരല്ലേ, അവർക്കെതിരെ SFI-യുടെയും DYFI-യുടെയും പ്രവർത്തകർ നടത്തുന്ന എന്ത് പ്രവർത്തനം നമ്മൾ കണ്ടില്ലേ? ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനെ പോലും പുറകിൽ നിന്ന് വന്ന് ചവിട്ടുന്ന നവകേരള സദസ്സിന്റെ ബനിയനിട്ടവനൊക്കെ എന്ത് ജനാധിപത്യ ബോധമായി കേരളത്തിലുള്ളത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ട് കൂട്ടരെയും എതിർക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപർണ, ഈ ഗവർണർ സംഘവൽക്കരിക്കുന്നു എന്നൊക്കെ അപർണ ഈ അനുശ്രീ പറഞ്ഞു പോകുന്നുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ നിയമിച്ചതിന് ശേഷം ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞ് RSSന്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എതിർത്തു. നിങ്ങൾ എതിർത്തോ? SFI എതിർത്തോ? ഇല്ലല്ലോ. ഇനി ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബിന്ദു എന്ന് പറഞ്ഞ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രിൻസിപ്പൽമാരുടെ നിയമനത്തിൽ ഇടപെട്ടു. നിങ്ങൾ എതിർത്തോ? ബിന്ദുവിനെതിരെ നിങ്ങൾക്ക് ഒരു പ്രതിഷേധമുണ്ടായോ? ഇവിടുത്തെ 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വകുപ്പ് പറയാനുണ്ടോ? ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ VC-മാരില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടുത്തെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളം കൊടുക്കാനില്ല. SFI എവിടെയായിരുന്നു 7 വർഷക്കാലം? ഇനി SFI ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഗവർണർക്കെതിരെ വരുമ്പോൾ ഹരിയസ് കർത്തയെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ നിയമിച്ചപ്പോൾ SFI-ക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. ഗവർണർക്ക് പ്ലഷർ പോയതിന്റെ പേരിൽ പൊതുഭരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാലിനെ മാറ്റണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടത് പ്രകാരം പിണറായി വിജയൻ മാറ്റിക്കൊടുത്തപ്പോഴും SFI-യും DYFI-യും പ്രതിഷേധമായിട്ട് ഞങ്ങൾ കണ്ടില്ല. നിങ്ങൾ എവിടെയാ പ്രതിഷേധിച്ചത്? നിങ്ങൾ എന്തെങ്കിലും പ്രതിഷേധിച്ചോ? ഇല്ല. ഈ ഗവർണർ ഗോ ബാക്ക് എന്ന് കേരളത്തിൽ ആദ്യം വിളിച്ചത് പ്രതിപക്ഷമാ, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്താ. അന്ന് ഗവർണർ പറഞ്ഞത് ഇത് എന്റെ കൂടി സർക്കാരാ, ഈ സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എനിക്കുണ്ട്, പ്രതിപക്ഷം പറയുന്നത് കേൾക്കാനല്ല ഞാൻ വരുന്നത്, എന്റെ ഭാഗം സർക്കാരിന്റെ ഒപ്പമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിനകത്ത് കഴമ്പില്ല എന്ന് യൂത്ത് കോൺഗ്രസ് കരുതുന്നോ? KSU കരുതുന്നോ? പുറത്തു നിന്ന് കളി കണ്ടാൽ മതി എന്ന് തീരുമാനിക്കുന്നോ കോൺഗ്രസ് ഇപ്പോൾ? അല്ല, അതിലെന്താ സംശയം? ഇത് സർക്കാരിന്റെയും ഗവർണറുടെയും ചക്കളത്തി പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് അപർണ? ഈ നവകേരള സദസ് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ പൊതുഖജനാവ് ദൂർത്തടിച്ചുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് 1,05,00,000 ആഡംബര വാഹനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ടെടുക്കുകയാണ്. അതിനെതിരെ ഇവിടെ ജനരോക്ഷം ഉയരുമ്പോൾ അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഗവർണറും സർക്കാരും തമ്മിൽ നടത്തുന്ന ഈ പോരാട്ടമല്ലേ? ഇവിടെ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനത്തെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞപ്പോൾ അതിനെതിർത്ത് വിധി വന്നപ്പോൾ ഈ SFI-കാർ എവിടെയായിരുന്നു? അങ്ങനെ ഒരു നിയമനം നടത്തിയ ഗവർണർക്കെതിരെ ഇവർ ഒരു വാക്ക് പറഞ്ഞോ? അങ്ങനെ ഗവർണറെ വശമതനാക്കാൻ വേണ്ടിയിട്ട് ഗവർണറുടെ അടുത്ത് പോയി സംസാരിച്ച് ഗവർണറുമായിട്ട് ശുപാർശ ചെയ്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പറയാൻ SFI-ക്ക് പറ്റിയോ?